പോസ്റ്റൽ ഇൻഫോ പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പോസ്റ്റ് കാർഡ് പിന്നെ ഇല്ലൻ ലെറ്റർ കാർഡ് ഇതിന് രണ്ടിനെ സംബന്ധിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഇങ്ങനെ പറഞ്ഞു പോവാണ് എക്സാം വൈസിൽ. ആദ്യം പോസ്റ്റ് കാർഡാണ്. പോസ്റ്റ് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും പോസ്റ്റ് കാർഡ് ഈസ് ആൻ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഓൺ എ റെക്ടാങ്കുലർ കാർഡ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് സൈസ് വിത്ത് എ പ്രീ പ്രിൻറ്റഡ് സ്റ്റാമ്പ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് വാല്യൂ. പോസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാവുന്ന ഒരെണ്ണമാണ്. റെക്ടാങ്കുലർ കാർഡാണത്. അതിനകത്ത് ഒരു പ്രിസ്ക്രൈബ്ഡ് വാല്യൂ ഉള്ള ഒരു സ്റ്റാമ്പ് ഇങ്ങനെ ആൾറെഡി എംബോസ് ചെയ്തിരിക്കും. പോസ്റ്റ് കാർഡ് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ്. പോസ്റ്റ് കാർഡിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ്. ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ല പോസ്റ്റ് കാർഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ കുറച്ച് ബേസിക്സിലോട്ടാണ് നമുക്കിനി പോകേണ്ടത്. പോസ്റ്റേജ് മസ്റ്റ് ബി ഫുള്ളി പ്രീപെയ്ഡ്. പോസ്റ്റ് കാർഡിൻ്റെ പോസ്റ്റേജ് എന്ന് പറയുന്നത് ഫുള്ളി പ്രീപേയ്മെൻറ്റ് ചെയ്തിരിക്കണം. പിന്നെ ഇതിൻ്റെ റേറ്റ് 50 പൈസയാണ് ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത്. മാക്സിമം വെയിറ്റ് 5 ഗ്രാമാണ് പോസ്റ്റ് കാർഡിൻ്റെ. പിന്നെ ഇതിൻ്റെ ഡയമെൻഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 140 മില്ലിമീറ്റർ ഇൻറ്റു 90 മില്ലിമീറ്റർ. സെൻറ്റിമീറ്ററിൽ പറയുകയാണെങ്കിൽ 14 സെൻറ്റിമീറ്റർ ഇൻറ്റു 9 സെൻറ്റിമീറ്റർ. അടുത്ത പോയിന്റ് പറയുന്നത് മസ്റ്റ് ഹാവ് പോസ്റ്റ് കാർഡ് റിട്ടൺ ഓർ പ്രിൻറ്റഡ് ഇൻ ഹിന്ദി ഓർ ഇംഗ്ലീഷ് ഓൺ ദ അഡ്രസ് സൈഡ്. ഈ പോസ്റ്റ് കാർഡിൻ്റെ അഡ്രസ് സൈഡിൽ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ പോസ്റ്റ് കാർഡെന്ന് എഴുതുകയോ അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്ത് വെക്കുകയോ വേണം. പ്രൈവറ്റ്ലി മാനുഫാക്ചർ പോസ്റ്റ് കാർഡ് ഷുഡ് നോട്ട് ബി തിന്നർ ഓർ ഷുഡ് നോട്ട് ബി മോർ ഫ്ലെക്സിബിൾ ദാൻ ഒഫീഷ്യൽ പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് കാർഡ്സ്. അതായത് പോസ്റ്റ് കാർഡുകൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇറക്കുന്ന പോസ്റ്റ് കാർഡുകളുണ്ട്. പ്രൈവറ്റായിട്ട് മാനുഫാക്ചർ ചെയ്യാം. പക്ഷേ പ്രൈവറ്റായിട്ട് മാനുഫാക്ചർ ചെയ്ത് ഇറക്കുന്ന പോസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി തിന്നർ ഓർ ഷുഡ് നോട്ട് ബി മോർ ഫ്ലെക്സിബിൾ. അതായത് ഈ നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റൽ പോസ്റ്റ് കാർഡിനേക്കാൾ കട്ടി കുറഞ്ഞിരിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ഉള്ളതോ ആവാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഡിപ്പാർട്ട്മെൻറ്റ് ഇറക്കുന്ന അതേ സ്പെസിഫിക്കേഷനിൽ തന്നെ വേണം പ്രൈവറ്റായിട്ട് മാനുഫാക്ചർ ചെയ്യുമ്പോഴും ഇറക്കാനെന്ന് പറഞ്ഞിരിക്കുന്നു. അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് മസ്റ്റ് നോട്ട് ബി ഫോൾഡഡ് എൻക്ലോസ്ഡ് ഇൻ എനി കവർ കട്ട് ഓർ അൾട്ടേർഡ് എക്സെപ്റ്റ് ഫോർ പെർഫറേറ്റഡ് ഇനിഷ്യൽസ് ഓൺ ദ സ്റ്റാമ്പ്. അതായത് ഈ പോസ്റ്റ് കാർഡ് മടക്കരുത്, ഫോൾഡ് ചെയ്യരുത്, എന്തെങ്കിലും ഒരു കവറിനകത്തിട്ട് എൻക്ലോസ് ചെയ്തിട്ട് അയക്കരുത്. പിന്നെ അത് കട്ട് ചെയ്യരുത്, അതിൽ അൾട്ടർ ചെയ്യരുത്, അതിനെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തരുത്. എക്സെപ്റ്റ് ഫോർ പെർഫറേറ്റഡ് ഇനിഷ്യൽസ് ഓൺ ദ സ്റ്റാമ്പ്. ഈ സ്റ്റാമ്പിനകത്ത് പെർഫറേറ്റഡ് ഇനിഷ്യൽസ് അനുവദനീയമാണ്. പെർഫറേറ്റഡ് ഇനിഷ്യൽസ് എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ കാണാം. അപ്പോൾ ഇങ്ങനെയൊക്കെ അത് അനുവദനീയമാണ്, ഈ പെർഫറേറ്റഡ് ഇനിഷ്യൽസ് സ്റ്റാമ്പിനകത്ത്. അടുത്ത് പറയുന്നത് പോസ്റ്റ് കാർഡ് എങ്ങനെയാണ് എഴുതുന്നത്, എവിടെയൊക്കെ എന്തൊക്കെ എഴുതണം എന്നുള്ള ഐഡിയയാണ്. നമ്മളൊരു പോസ്റ്റ് കാർഡ് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഫ്രണ്ട് വശം 2 പോർഷൻസായിട്ട് ഇങ്ങനെ ഡിവൈഡ് വെച്ചിട്ടുണ്ട് വെർട്ടിക്കലി. അതിൽ വലത് ഹാഫിൽ വരുന്നത് അവിടെ ആ ഒരു സ്ഥലത്ത് നമ്മൾ എഴുതേണ്ടത് റെസിപ്പൻസ് അഡ്രസ്സ് അവിടെയാണ് വരുന്നത്, പോസ്റ്റേജ് സ്റ്റാമ്പ് അവിടെയാണ് വരുന്നത്, പോസ്റ്റൽ ഡയറക്ഷൻസ് അവിടെയാണ് വരുന്നത്, സൂപ്പർസ്ക്രിപ്ഷൻസ് ഒക്കെ അവിടെയാണ് വരുന്നത്. ഇപ്പോൾ അർജൻറ്റ് എന്നൊക്കെ പറയുന്ന സൂപ്പർസ്ക്രിപ്ഷൻസ്, പിന്നെ ഇങ്ങനെ പോസ്റ്റൽ ഡയറക്ഷൻസ് എന്തെങ്കിലുമൊക്കെ റിമാർക്കുകളൊക്കെ വിടുന്നത് ആ ഒരു ഭാഗത്താണ്. ഇപ്പോൾ ഈ റൈറ്റ് ഹാഫിൽ റെസിപ്പൻസ് അഡ്രസ്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞ്, പോസ്റ്റേജ് സ്റ്റാമ്പ് വരുന്നുണ്ടെന്ന് പറഞ്ഞ്, പിന്നെ പോസ്റ്റൽ ഡയറക്ഷൻസും സൂപ്പർസ്ക്രിപ്ഷൻസും വരുന്നുണ്ടെന്ന് പറഞ്ഞ് അത് പക്ക അതെവിടെ വരുന്നു എന്നുള്ള കാര്യമാണ് അടുത്ത പറയുന്നത്. റെസിപ്പിയൻ്റ് അഡ്രസ്സ് ആണെങ്കിൽ ലോവർ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് റെസിപ്പിയൻ്റ് ലഭിക്കുന്ന ചെല്ലേണ്ട ആളുടെ അഡ്രസ്സ് വരുന്നത്, എഴുതേണ്ടത്. അപ്പോൾ ഇതൊക്കെ എക്സാം വൈസിൽ നോട്ട് ചെയ്യേണ്ട പോയിന്റുകളാണ്. ഈ ഡയറക്ഷനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. റെസിപ്പിയൻ്റ് അഡ്രസ്സ് എവിടെ വരുന്നത്, ലോവർ റൈറ്റ് ഹാൻഡ് സൈഡ്. സ്റ്റാമ്പ് ഇംപ്രഷനും വരുന്നത് അപ്പർ റൈറ്റ് ഹാൻഡ് കോർണറിലാണ്. അപ്പർ റൈറ്റ് മുകളിൽ റൈറ്റ് ഹാൻഡ് കോർണറിൽ. സൂപ്പർസ്ക്രിപ്ഷൻസ് എഴുതേണ്ടത് ടോപ്പ് ഓൺ റൈറ്റ് ഹാൻഡ് സൈഡിൽ ടോപ്പിലായിട്ടാണ് സൂപ്പർസ്ക്രിപ്ഷൻസ് വരേണ്ടത്. അപ്പോൾ പോസ്റ്റ് കാർഡിൻ്റെ ഫ്രണ്ട് വശം 2 പോർഷൻസായിട്ട് ഇങ്ങനെ വിഭജിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ റൈറ്റ് പോർഷൻ്റെ കാര്യം പറഞ്ഞു. ഇനി ലെഫ്റ്റ് പോർഷൻ ഉണ്ട്. ആ ലെഫ്റ്റ് പോർഷൻ പ്ലസ് ബാക്ക് സൈഡ്. ആ ലെഫ്റ്റ് പോർഷൻ ബ്ലാങ്ക് ആണ്, അവിടെ എന്തൊക്കെ എഴുതാം. പിന്നെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ പോസ്റ്റ് കാർഡിൻ്റെ, അവിടെ എന്തൊക്കെ എഴുതാം. അവിടെ വരുന്ന കാര്യങ്ങളാണ് ക്യാൻ ബി യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാം. അഡ്വർടൈസ്മെൻറ്റ്സ്, പരസ്യങ്ങൾക്ക്. ആൻഡ് സെൻറ്റേഴ്സ് അഡ്രസ്സ്, നമ്മുടെ അയക്കുന്ന ആളുടെ അഡ്രസ്സ് എഴുതാം. ഇനി ബാക്ക് സൈഡിൽ സെൻറ്റർ അഡ്രസ്സ് വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഹാൻഡ് കോർണറിലാണ്. അതൊരു എക്സാം വൈസ് പോയിൻ്റായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത അറ്റാച്ച്മെൻറ്റ്സ് അലൗഡ്. പോസ്റ്റ് കാർഡിൽ എന്തൊക്കെ അറ്റാച്ച്മെൻറ്റ് ചെയ്യാം, എന്തൊക്കെ അറ്റാച്ച് ചെയ്ത് വിടാം. അതിൻ്റെ കൂടെ നമ്മൾ പോസ്റ്റ് കാർഡിൻ്റെ കൂടെ എന്തെങ്കിലും അറ്റാച്ച് ചെയ്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള അറ്റാച്ച്മെൻറ്റ് അങ്ങനെ പോസ്റ്റ് കാർഡിൻ്റെ കൂടെ ഉണ്ടാവാറില്ല.
എന്നാൽ അതിനകത്ത് അറ്റാച്ച്മെൻറ്റ് വരും, എന്തൊക്കെയാണ് അറ്റാച്ച്മെൻറ്റായിട്ട് കൊടുക്കാവുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓൺലി ദ ഫോളോയിങ് ക്യാൻ ബി അറ്റാച്ച്ഡ്. താഴെ പറയുന്ന കാര്യങ്ങൾ മാത്രമേ അറ്റാച്ച് ചെയ്യാൻ പാടുള്ളൂ പോസ്റ്റ് കാർഡിൻ്റെ കൂടെ. പോസ്റ്റേജ് സ്റ്റാമ്പ്സുകൾ ഓൺ ദ അഡ്രസ് സൈഡ് ഉള്ളി. അഡ്രസ് സൈഡിൽ മാത്രമായിട്ട് പോസ്റ്റേജ് സ്റ്റാമ്പ്സ് അറ്റാച്ച് ചെയ്യാം. ഗംഡ് ലേബൽ വിത്ത് റെസിപ്പിയൻസ് നെയിം ആൻഡ് അഡ്രസ്സ്. ലഭിക്കേണ്ട ആളുടെ പേരും അഡ്രസ്സും എഴുതിയ ഒരു ലേബൽ ഗം ചെയ്ത് വയ്ക്കാം. ഒരു ലേബൽ ഇതൊക്കെ എഴുതിയിട്ട് വേണം അത് പശ വെച്ച് ഒട്ടിച്ച് വയ്ക്കാം. ഗംഡ് ലേബൽ വിത്ത് സെൻഡേഴ്സ് നെയിം ആൻഡ് അഡ്രസ്സ്. ഇതുപോലെ തന്നെ അയക്കുന്ന ആളുടെ പേരും അഡ്രസ്സും എഴുതിയൊരു ലേബൽ ഗം ചെയ്ത് അതിനകത്ത് അറ്റാച്ച് ചെയ്ത് വയ്ക്കാം. ആ ഒരു ഗംഡ് ലേബലിൻ്റെ ഡയമെൻഷൻ പറഞ്ഞിട്ടുണ്ട്. ഇതാ അയക്കുന്ന ആളുടെ പേരും അഡ്രസ്സും എഴുതുന്ന ആ ഒരു ലേബലിൻ്റെ ഡയമെൻഷനുണ്ട്. മാക്സിമം 5 സെൻറ്റിമീറ്റർ ഇൻറ്റു 2 സെൻറ്റിമീറ്റർ. എൻഗ്രേവിങ്സ് ഡ്രോയിങ്സ് ഓർ ഫോട്ടോസ് ഓൺ തിൻ പേപ്പർ സ്റ്റക്ക് ടു ദ കാർഡ്. കാർഡുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടൊരു തിൻ പേപ്പറിൽ ഈ ഡിസൈനുകൾ, വരപ്പുകൾ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ ആവാം. ബ്രീച്ച് ഓഫ് കണ്ടീഷൻസ്. പോസ്റ്റ് കാർഡ് ഈസ് ട്രീറ്റഡ് എസ് ലെറ്റർ ചാർജ് ഡബിൾ ഡെഫിഷ്യൻസി. ഇപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് എന്തെങ്കിലും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പോസ്റ്റ് കാർഡിന് ലെറ്ററായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് എന്ത് ഡെഫിഷ്യൻസി വരുമോ അതിന് ഡബിൾ ചാർജ് ചെയ്യും. ഇപ്പോൾ ഇത്രയുള്ള പോസ്റ്റ് കാർഡിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇനി ഇല്ല ലെറ്റർ കാർഡ്സാണ്. ഇതെന്ന് പറയുന്നത് ഷീറ്റ് ഓഫ് പേപ്പർ ദാറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ലെറ്റർ റൈറ്റിംഗ്. ലെറ്റർ റൈറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഷീറ്റ് ഓഫ് പേപ്പറാണ്. അതിനകത്ത് നമ്മളിങ്ങനെ കമ്മ്യൂണിക്കേഷൻ എഴുതിയിട്ട് അത് കൃത്യമായിട്ട് മടക്കി ഒട്ടിച്ച് അയക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതാണ് ഇല്ല ലെറ്റർ കാർഡ്, ILC. ഫോൾഡഡ് സൈൻ മസ്റ്റ് ഹാവ് ഇല്ല ലെറ്റർ കാർഡ് പ്രിൻറ്റഡ് അറ്റ് ദ ടോപ്പ് ലെഫ്റ്റ് കോർണർ ഓഫ് ദ അഡ്രസ് സൈഡ്. അപ്പോൾ അങ്ങനെ മടക്കിയ അതിൽ ആ ഇല്ല ലെറ്റർ കാർഡിൽ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ ഇല്ല ലെറ്റർ കാർഡെന്ന് പ്രിൻറ്റ് ചെയ്തിരിക്കണം. കണ്ടീഷൻ ഫോർ പോസ്റ്റിംഗ്. ഇങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കണ്ടീഷൻസ്. പോസ്റ്റേജ് മസ്റ്റ് ബി ഫുള്ളി പ്രീപെയ്ഡ്. പോസ്റ്റേജ് ഫുള്ളി പ്രീപെയ്ഡ് ആയിരിക്കണം. നത്തിങ് ക്യാൻ ബി അറ്റാച്ച്ഡ് ഓർ എൻക്ലോസ്ഡ് ഇൻസൈഡ്. അതിന് എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും അറ്റാച്ച് ചെയ്യുകയോ എൻക്ലോസ് ചെയ്യുകയോ പാടില്ല. ഒരു ഷീറ്റ് ഓഫ് പേപ്പർ അതിനകത്ത് എഴുതുക, അയക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് അറ്റാച്ച്മെൻറ്റോ എൻക്ലോഷറോ ഒന്നും പാടില്ല. ഡിപ്പാർട്ട്മെൻറ്റ് ILC ബിൽ ബിയർ. അതായത് ഡിപ്പാർട്ട്മെൻറ്റൽ ILCക്കകത്ത് എംബോസ്ഡ് ആയിട്ടുള്ള 2,000 രൂപയുടെ എംബോസ്ഡ് ആയിട്ടുള്ള പോസ്റ്റേജ് ഉണ്ടാകും. പ്രൈവറ്റ് ILC ക്യാൻ ആൾസോ ബി യൂസ്ഡ് വിത്ത് സെയിം ടേംസ് ആൻഡ് കണ്ടീഷൻസ്. പ്രൈവറ്റായിട്ടുള്ള മാനുഫാക്ചറിങ്ങും അനുവദനീയമാണ്. പക്ഷേ ഈ കറക്റ്റ് ഇതിൻ്റെ നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം പാലിക്കണം. അടുത്ത വെയിറ്റ്. ഇതിൻ്റെ മാക്സിമം വെയിറ്റ് എന്ന് പറഞ്ഞാൽ 5 ഗ്രാമാണ്. അത് ഡിപ്പാർട്ട്മെൻറ്റലും ആയിക്കോട്ടെ പ്രൈവറ്റും ആയിക്കോട്ടെ. അപ്പോൾ അത് എക്സാം ബേസിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. മാക്സിമം വെയിറ്റ് 5 ഗ്രാമാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഡയമെൻഷൻ പറയുവാണ്. അൺഫോൾഡഡ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ ഉള്ള ഡയമെൻഷന്, അത് മടക്കിയായിട്ടുള്ള ആ അവസ്ഥയിലുള്ള ഡയമെൻഷന്, മടക്കാത്ത അവസ്ഥയിൽ അത് ഫ്ലാപ്പ് ഉൾപ്പെടെയുള്ള ഡയമെൻഷനാണ് പറയുന്നത്. മിനിമം 28.2 സെൻറ്റിമീറ്റർ ഇൻറ്റു 18.2 സെൻറ്റിമീറ്റർ, മാക്സിമം 30 സെൻറ്റിമീറ്റർ ഇൻറ്റു 21 സെൻറ്റിമീറ്റർ. ഇനി മടക്കിയ അവസ്ഥയിലാകുമ്പോഴത്തേക്കും 15.2 സെൻറ്റിമീറ്റർ ഇൻറ്റു 9 സെൻറ്റിമീറ്റർ മിനിമം, മാക്സിമം 21 സെൻറ്റിമീറ്റർ ഇൻറ്റു 10 സെൻറ്റിമീറ്റർ. ILC ഹാവ് 3 ഫ്ലാപ്സ്. ഇനി ഫ്ലാപ്സിൻ്റെ കുറച്ച് ഡയമെൻഷൻസ് പറഞ്ഞിരിക്കുകയാണ്. ഫ്ലാപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ നിങ്ങൾക്ക് പിക്ചറിൽ കാണുന്നതാണ് ഫ്ലാപ്സ് എന്ന് പറയുന്നത്. ILCക്ക് 3 ഫ്ലാപ്സ് ഉണ്ട്. മുകളിൽ, റൈറ്റിൽ, ലെഫ്റ്റിൽ. അത് ടോപ്പ് സൈഡ് ഫ്ലാപ്പ് അത് മാക്സിമം 21 സെൻറ്റിമീറ്റർ ഇൻറ്റു 1.5 സെൻറ്റിമീറ്റർ വേണം. റൈറ്റിൽ അല്ലെങ്കിൽ ലെഫ്റ്റുള്ള ഫ്ലാപ്പ് മാക്സിമം 10 സെൻറ്റിമീറ്റർ ഇൻറ്റു 1.5 സെൻറ്റിമീറ്റർ. പിന്നെ ഇതിൻ്റെ ഒരു പേപ്പർ ക്വാളിറ്റി 70 GSM മിനിമം വേണം. ബ്രീച്ച് ഓഫ് കണ്ടീഷൻസ്. ഈ പറഞ്ഞ കണ്ടീഷൻസ് എന്തെങ്കിലും ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ ILC ലെറ്ററായിട്ട് ട്രീറ്റ് ചെയ്യും, ഡബിൾ ദ ഡെഫിഷ്യൻസി ചാർജ് ചെയ്യും. അൺപെയ്ഡ് അല്ലെങ്കിൽ ഇൻസഫിഷ്യൻ്റ്ലി പെയ്ഡ് ആണെങ്കിൽ ILC ഡബിൾ ദ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഡബിൾ ദ പോസ്റ്റേജ് ആണ്. ഇപ്പോൾ ഇത്രയാകുമ്പോഴത്തേക്കും പോസ്റ്റ് കാർഡിൻ്റെയും ILCയുടെയും ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് നമ്മൾ എക്സാം ബേസിൽ നിന്ന് പെട്ടെന്ന് പറഞ്ഞു പോയി. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.